ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. പിന്നെ എന്താ കുറച്ച് ദിവസമായിട്ട് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി ആയിട്ടുണ്ടല്ലോ, വെള്ളയും വെള്ളയായിട്ട്? അതെന്തറിയോ, ചൂട്. അറിയില്ല, ചൂടാണെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ കാശ്മീരിലാണെന്ന്. ചൂടാണല്ലേ? അതറിഞ്ഞില്ല. എനിക്ക് ഇത്ര തണുപ്പാണമ്മ, ഭയങ്കര തണുപ്പ് കൂടിയിരുന്നു അമ്മ. ഈ ചൂട് കാലത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടമ്മമാർ എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ചെറിയൊരു ഇതാണല്ലോ. എന്താ ഹൗസ് വൈഫ് എന്ന് പറയാൻ ഈ സ്ത്രീകൾക്കൊരു മടിയാണല്ലോ. ഇങ്ങനത്തെ വേനൽക്കാലത്ത് ഈ തീയിൻ്റെ തുമ്പത്ത് നിന്നിട്ട് ഈ ചുടുന്ന ചൂടത്ത് ആ ഉപ്പും മുളകിൻ്റെ ഒക്കെ പാകം നോക്കി ആ എണ്ണ വറുവിടുമ്പോൾ അതിൻ്റെ പുക എല്ലാം കൊണ്ടൊരു കുറച്ച് നേരം നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ ആവണ്ടെങ്കിൽ ഇത് സ്ഥിരം ചെയ്തുകൊണ്ട് 3 നേരം ഈ പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന ഈ സമയത്ത് ഓരോ വീട്ടമ്മമാരുടെ ഒരു ഗതി ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക അവാർഡ് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? ഈ കഴിക്കുന്ന ആൾക്കാരില്ലേ, എന്നെ പോലുള്ള ആൾക്കാർ, ഇത് പോരാ അത് പോരാന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ മാറിയിട്ട് ഞാൻ ഒരാളിനെ നമ്മുടെ കുറ്റം ഒരാളിനെ നമ്മുടെ കുറ്റം പറയുമ്പോൾ ആദ്യം അവനവൻ്റെ കുറ്റം നോക്കണം. മനസ്സിലായില്ലേ? എന്നിട്ടാണ് നമ്മൾ മറ്റൊരാൾക്ക് വിരൽ ചൂണ്ടാൻ പാടുള്ളൂ. നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നമ്മളെ ചൂണ്ടാന്ന് പറഞ്ഞു തന്നിട്ടില്ല കാരണന്മാർ. അതുപോലെ ഇപ്പോൾ ഞാൻ എന്തുണ്ടാക്കിയാലും എനിക്ക് അതും കൂടി ആവായിരുന്നു, ഇതും കൂടി ആവായിരുന്നു, ഒരു നുള്ളി മീനാവായിരുന്നു, ഒരു കഷ്ണം ചിക്കൻ ആവായിരുന്നു എന്നൊക്കെ പറയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒരു മുട്ട ആവായിരുന്നു, അല്ലെങ്കിൽ ഒരു ഉണക്ക മീനെങ്ങനെ ആവായിരുന്നു എന്ന് പറയുന്നവനാണല്ലോ ഞാൻ. മറ്റേ നമ്മുടെ രണ്ടാമത്തെ മോനാണെങ്കിൽ അങ്ങനെ ഒന്നും പറയില്ലല്ലോ. ഉണ്ടാക്കി തന്നത് മതി വന്നത് സന്തോഷമായിട്ട് കഴിച്ചിട്ട് ഒരു ചെറുപേര് ഉപ്പേനുണ്ടായി കൊടുത്തിട്ട് ഓക്കെ എന്ന് പറയണതാണ്. എനിക്കാണല്ലോ ഈ പ്രത്യേകത. അപ്പോൾ ഞാൻ ഈ പ്രത്യേകതയെ പറ്റി പ്രത്യേകിച്ച് പറയുമ്പോൾ ആ പ്രത്യേകത എന്താ ഞാനല്ലേ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ അടുപ്പിൻ്റെ ചോട്ടിൽ ഈ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ ആ ചൂട് സഹിച്ച് നിൽക്കുമ്പോൾ എല്ലാ മേഖലയ്ക്കും അവാർഡുണ്ട്. ഇതിന് അവാർഡും ഇല്ല, റിവാർഡും ഇല്ല, ഒന്നുമില്ല. പോരാത്തതിന് അതിൽ ഉപ്പ് പോരാ മുളക് പോരാന്ന് പറയാണ്ട് ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ്. അല്ലെങ്കിൽ ചിലർ പറയും എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണത്, അതുകൂടി ഇത് കുറഞ്ഞു എന്ന് പറയും. അപ്പം നിന്ന് ചെയ്യുന്നവൻ്റെ ബുദ്ധിമുട്ട് ഞാനിവിടെ നിന്നിട്ടൊരു 10 മിനിറ്റ് വീഡിയോ പിടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണ്ടെങ്കിൽ ഈ 3 നേരം നിർബന്ധമായത് 3 ടൈപ്പ് ഭക്ഷണം വയ്ക്കണമെന്ന് വിചാരിക്കുന്ന ചില വീട്ടമ്മമാരുടെ ഒക്കെ ഗതി എന്തായിരിക്കും എന്ന് ആലോചിക്കുകയാണ്. ഇതിനു മുമ്പ് മനസ്സിലായോ? പക്ഷേ ഈ കറിയാണ്, നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫാനിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഒന്ന് എണിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. AC-ൻ്റെ ചോട്ടിലിരുന്നാലും ഇപ്പോൾ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ അടുപ്പിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ സഹിക്കണ ഈ വീട്ടമ്മമാരെ മാത്രം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബിഗ് സല്യൂട്ടാണ് കേട്ടോ. ഇപ്പോഴാണ് അവൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയണത്. എല്ലാവർക്കും, അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും. പിന്നെ ഒന്നും എത്ര ദിവസം തന്നെ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കാൻ പറ്റും? ഒരാഴ്ച കഴിക്കാൻ പറ്റുമോ? ഒരു മാസം ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ വീട്ടമ്മമാർ അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ വേണോ? യുദ്ധത്തിന് ഇറങ്ങുമ്പോഴാണ് ഇപ്പോൾ അടുക്കളയിൽ ഇറങ്ങുക എന്ന് പറയണത്. കാരണം തീ എന്ന് പറയുന്ന ഒരു ശത്രു, അതിന് മുമ്പത്തൻ്റെ ശത്രു എന്ന് പറയാൻ പാടില്ല. തീയാണ്, അഗ്നിദേവോ ഭവ. എന്നാൽ പക്ഷേ ഈ വെയിലത്ത് ഈ ചൂടത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനൊന്നും ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമാണ് ഹൗസ് വൈഫ് എന്ന് പറയാൻ. എത്രയോ സ്ത്രീകൾക്ക് മടിയ അഭിമാനത്തോടു കൂടി പറയാം ഹൗസ് വൈഫാണ്. അല്ലല്ല, ഞാൻ പറയാം, ചിലർക്ക് ചില സ്ഥലങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചെന്നുപെടുന്ന ചില സാഹചര്യം സിറ്റുവേഷൻസ് ഉണ്ട്, സർക്കംസ്റ്റൻസസ്. അവിടെ ചെന്ന് എത്തിപ്പെടുമ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരും വലിയ കൊമ്പത്തെ ബിസിനസ്സുകാരൊക്കെയാണ് ഇന്നത്തെ സ്ത്രീകൾ കുറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് ഒരു പാവപ്പെട്ട വീട്ടമ്മ പോയിട്ട് എന്താണ് അമ്മ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഹൗസ് വൈഫ് എന്ന് പറയാൻ ചെറിയൊരു മടി വരുന്ന ഒരു സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ആ ചുറ്റുവട്ടം നിൽക്കുന്ന ആൾക്കാരുടെ കുഴപ്പം കൊണ്ടാണ്. മനസ്സിലായില്ലേ? അവൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി ഒരു ഹൗസ് വൈഫ് എന്ന് മെല്ലെ പറയുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഹൗസ് വൈഫ് എന്ന് നല്ല പ്രൗഡിയിൽ പറയണം, അല്ലേ? നല്ല തഞ്ചടത്തോടെ പറയണം ഞാൻ ഹൗസ് വൈഫാണ്, എൻ്റെ വീട്ടിലെ ഭർത്താവും മക്കളും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടാണ് ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം വീട്ടിലുള്ള ഞാനാണ്. ആയുർവേദിക് കട വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഞാൻ എന്ന് വെച്ചാൽ ആയുർവേദിക് കട, മെഡിക്കൽ ഷോപ്പ് എല്ലാം നിങ്ങൾ തന്നെയാണ്. ഏറ്റവും നല്ല മെഡിസിൻ ഫുഡിൻ്റെ രൂപത്തിൽ നൽകുന്ന അമ്മമാർ, ഭാര്യമാർ, അനിയത്തിമാർ, ചേച്ചിമാർ, അങ്ങനെ എല്ലാ സ്ത്രീകളും ശരിക്കും പറഞ്ഞാൽ ഉയർന്ന നിലയിലാണ് എന്നത് മനസ്സിലാവാൻ ഈ അടുപ്പിൻ്റെ ചുവട്ടിലേക്ക് വന്ന് നിൽക്കേണ്ടി വന്നു. ഇങ്ങനെയല്ല കള്ളനായ വാൽമീകി രാമായണം എഴുതിയത്. അപ്പൊ ഈ ഒരു എന്താ അമ്മ വിളിക്കുക എന്നെ, കുറുമ്പെന്നോ എന്തൊക്കെ വിളിക്കില്ലേ? എനിക്കിവിടെ നിന്നിട്ടല്ലേ അനുഭവം കൊണ്ടല്ലേ മനുഷ്യൻ പഠിക്കുക. പിന്നല്ല പിന്നെ ഇന്നലെ വെച്ചതല്ലേ, അതെന്തെങ്കിലും ഇത്രയൊന്നും വേണ്ട, അതവിടെ എടുത്തേക്ക്, നാളെ അതെനിക്ക് തന്നാ മതി. അപ്പൊ അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അത് ഇത് പാചകം അടിച്ചിട്ട് പാചകം മറക്കരുത് കേട്ടോ. ഞാനിന്ന് രാവിലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചു. അതൊക്കെ രാവിലത്തെ പരിപാടി ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെന്താ പറഞ്ഞാൽ
നമുക്ക് കറി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊന്ന് ചൂടാക്കിയാൽ മതി. അത് ഓർമ്മ വെച്ചിട്ടാവും. ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലേ അമ്മ? ആ പറഞ്ഞു. അത് മറക്കുവോ? അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ചപ്പാത്തിക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. എന്താ വെച്ചാൽ ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട് കറി. അപ്പൊ അത് വേണ്ട, ഉച്ചയ്ക്കും കറിയൊന്നും വേണ്ട. പക്ഷെ എനിക്ക് ഒരു തോരൻ വേണം. അപ്പൊ അച്ഛനും കൂട്ടും, ഇത് ഇവൻ കൂട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ കൂട്ടുവമ്മ, ഞാൻ മാറിയമ്മ, ഞാൻ നല്ലവനായമ്മ. ഞാൻ നല്ലവനായമ്മ, വീണ്ടും വീണ്ടും കുറ്റം പറയണ്ട. അപ്പൊ ഒരു തോരൻ ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പൊ എന്തെങ്കിലും ഒന്ന് വേണ്ടേ പച്ചക്കറി, അത് എനിക്ക് നിർബന്ധമാണ്. എനിക്കിപ്പോ നിർബന്ധമാണ്. എന്താ പറയാ, കാലാവസ്ഥക്ക് അനുസരിച്ച് മനുഷ്യൻ മാറണം. അപ്പൊ എന്താ അറിയോ, ബീൻസും ക്യാരറ്റും കൂടി ഒരു മെഴുക്ക് പുരട്ടിയോ തോരനോ എന്തോ, അതൊന്നും എനിക്കറിയില്ല, ഉപ്പേരിന്നോ ഒക്കെ പറയാം. അത് എങ്ങനെ ഞാൻ അരിഞ്ഞിരിക്കുന്ന വെച്ചാൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. ഞങ്ങള് കർണാടകത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് വെക്കുക. അതിന്റെ മണിയൊക്കെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് വെക്കുമല്ലോ, അങ്ങനെ ഞാൻ വെക്കാറുണ്ട്. ഇതിന്റെ മണിയൊക്കെ എവിടെ പോയമ്മ? അതിൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഇതിനുള്ളിലുണ്ട്. അപ്പൊ ഇത് അവിടെ ഇങ്ങനെയാണ് വെക്കുക. ഈ കുനുകുനാന്ന് അരിഞ്ഞു വെക്കല് ക്യാബേജ് മാത്രമാണ് അവിടെ. ഞാൻ ഈ കുനുകുനാന്ന് നടക്കാന്ന് കേട്ടിട്ടുണ്ട്, അരിഞ്ഞു വെക്കൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിന്റെ ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ അരിയും. അത് ചെറുതായിട്ട് അരിയാന്നാ പറയാ. ഞങ്ങളുടെ നാട്ടിലെ കുനുകുനാന്നൊന്നും പറയില്ല. വേണ്ട, ഞാൻ പറഞ്ഞു ഇത് എവിടുത്തെ മലയാളമാണ് ഞാൻ കേട്ടിട്ടില്ല. പോട്ടെ, ഇനി മിണ്ടാണ്ടിരിക്കത്തില്ല. അപ്പൊ ഞങ്ങളുടെ അവിടെ ഇതേപോലെ ബീൻസ് എന്ത് ചെയ്യോ, നിങ്ങളുടെ അവിടെ കർണാടക. ഇപ്പൊ അമ്മ എവിടെ ഉള്ളത്? ഞാൻ ഇപ്പൊ ഇവിടെ, അതല്ലേ ഞങ്ങളുടെ അവിടെ എന്നല്ലേ ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങളുടെ അല്ല? ഇത് ഞങ്ങളുടെ അല്ലേ പിന്നെ. അപ്പൊ ഇത് ഞങ്ങളുടെ എവിടെ ഇപ്പൊ എന്താണ്? ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടല്ലേ ബീൻസും പയറൊക്കെ അങ്ങനെ വെക്കുക. അപ്പൊ ഈ ബീൻസ് നടുവേ ഒന്ന് പൊളിക്കുക, എന്നിട്ട് അത്യാവശ്യം നീളമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നടുവേ പൊളിച്ചിട്ട് അത്യാവശ്യം നീളമുള്ള കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ അരിയുക. അതുപോലെ നീളത്തില് കണ്ടോ, ക്യാരറ്റും നീളത്തിൽ അതേപോലെ കനം കുറച്ച് അരിയുക. അങ്ങനെ അരിഞ്ഞിട്ടാണ് അവിടെ വെക്കുക. ഇതിപ്പോ ഒരു പിടി വായലിടുമ്പോഴേക്കും വായനറിയല്ലോ. അത് കഴിച്ചതല്ലേ, അപ്പൊ ഇടയ്ക്കൊന്നും മറക്കരുത്. ഇല്ലില്ല, മറക്കരുത്. ഞാൻ വളർന്നതും പഠിച്ചതൊക്കെ അവിടെയല്ലേ. നമ്മൾ കുറെ കാലം കൊണ്ട കാറ്റ് തൊട്ട് കുടിച്ച വെള്ളം മുതൽ കഴിച്ച ഭക്ഷണം മുതൽ അവിടുത്തെ ആയതുകൊണ്ട് എവിടത്തെ ആണെങ്കിലും കുറച്ചു കാലം നമ്മൾ എവിടെയെങ്കിലും നിന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും മറക്കരുത്. അതാണ് ഞാൻ അമ്മന് ചെറുപ്പം മുതൽ പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ ചെറുപ്പം മുതൽ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും മറക്കരുത് അമ്മ, നമ്മൾ വന്ന വഴി മറക്കരുത്, കണ്ട മുഖങ്ങൾ മറക്കരുത്, സ്നേഹിച്ച മനുഷ്യരെ മറക്കരുത്, ദ്രോഹിച്ച ആൾക്കാരെ മറക്കരുത്. അതെന്താ ദ്രോഹിച്ച ഞാൻ മറക്കത്തില്ല. എന്തിനറിയോ, പ്ലീസ് ഒന്ന് കേൾക്കൂ, ഞാൻ എന്തിനാ മറക്കാത്തതെന്ന്. ദ്രോഹിച്ച ആൾക്കാരൊക്കെ നമുക്കൊരു നല്ല പാഠങ്ങളാണ്. മറക്കരുത് തന്നെ ഞാനും പറഞ്ഞ്, മറക്കണം എന്നല്ലേ അമ്മ പറഞ്ഞേ. അങ്ങനെയാണ് ഓരോരുത്തരും മാഷുമാരായി മാറുക. കാരണം ലോകത്തില് ഒരു അനുഭവം ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല. ഇല്ല. പിന്നെ വെളുത്തുള്ളി, ഉണക്കമുളക്, പച്ചമുളക്, ചെറിയ ഉള്ളി, കടുക്, കറിവേപ്പില. അമ്മ ഇപ്പൊ ഈ ചട്നിക്ക് കണ്ടമാനം കടുകിടുണ്ട് കേട്ടമ്മ. അമ്മ അതിന് ചാകരക്ക് മത്ത് കിട്ടും പോലെയാണോ കടുകിടുക? എനിക്ക് മാത്രം അത് പറഞ്ഞിട്ടല്ലേ. ഇതിലൊക്കെ ഇടണം, ഇട്ടോളൂ, ഇതിലൊക്കെ ഇട്ടോളൂ. അതല്ല, ഈ ചട്നി ഇങ്ങനെ മുക്കുമ്പോ ചട്നീനെക്കാളും കൂടുതൽ കടുക് കിട്ടാണ്. അത് കായ്പല്ലേ കടുക്? ഞാൻ കഴിച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്തിനാ പറഞ്ഞത്. ഞാൻ LKG പഠിക്കുക. അന്നൊക്കെ നിങ്ങൾ നന്നായി പറ്റിച്ചിട്ട് അമ്പടി മാമനെ കാണിച്ചിട്ട് അമ്പടി മാമൻ എന്താ കൊണ്ടിട്ട് പോവോ? അങ്ങനത്തെ കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ഇതിനൊന്നും ഒരുപാടൊന്നും വേണ്ട. ചെറിയ ഉള്ളി ഒരു 4 ചെറിയ ഉള്ളി അതിട്ടു. പിന്നെ ഈ വെളുത്തുള്ളി ഇട്ടു, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് അതിട്ടു. നല്ല മണല്ലേ? നല്ല മണം. ഇങ്ങോട്ട് വിടുന്നതിൻ്റെ മണമൊക്കെ എനിക്ക് ഇഷ്ടമായി തുടങ്ങി. പക്ഷേ ഈ ഒരു ഇത് പച്ചമുളക് ഇട്ടു. ഇതെല്ലാം ഒരു ചെറുതായിട്ടു. പച്ചമുളക് നമ്മുടെ എരിവിന് ഇപ്പോൾ ചൂടും ഇതൊക്കെ ആയത് കാരണം ഒരുപാട് പച്ചമുളകൊന്നും വേണ്ട. എന്തിനാ പേരിന് മതി. അതെ. അപ്പോൾ കറിവേപ്പില ഇട്ടു. എന്നിട്ട് 5 മിനിറ്റ് ഇങ്ങനെ ഇറക്കി. ഇപ്പൊ ശരിക്കും പറഞ്ഞ ബ്രോയിലർ കോഴിക്കൊക്കെ ഭയങ്കര ആയുസുള്ള സമയമാ. ആൾക്കാർ പേടിക്കുന്നില്ല. പേടിച്ചിട്ട് ചൂട് കാരണം കൊണ്ട് ആൾക്കാർക്ക് ഇപ്പൊ കുറച്ച് കാരണമുണ്ട്. ഇവറ്റങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സംഭവമാണല്ലോ. അപ്പൊ അവറ്റങ്ങള് കൂട്ടിലിപ്പോ വിലച്ച് കളിക്കുകയാണ്. മനസ്സിലായോ? പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ ഓർമ്മയില്ലേ?
അപ്പോൾ കോഴികൾക്കൊക്കെ ഒരു സമയമായി. നാടൻ കോഴിക്ക് പിന്നെ പ്രത്യേകിച്ച് കുറച്ച് സമയം കൂടുതൽ ഉണ്ടാവും. പക്ഷേ ഈ ബ്രോയിലർ കോഴിക്കൊക്കെ തീരെ സമയമില്ലാത്തല്ലേ. എന്തായാലും എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വേണമല്ലോ പാവങ്ങള്. എന്നെപ്പോലുള്ള ആൾക്കാരാണോ മൊത്തം? കുറേയൊക്കെ ആൾക്കാരൊക്കെ മാറി. അത്ര ആയാൽ മതി. ഇനി ഇതിട്ട് കൊടുക്കാം, ബീൻസും ക്യാരറ്റും. അമ്മ അതിന് ഞാൻ ഒരുപാട് വേണമെന്നൊന്നും പറയില്ല, ഒരു തുള്ളി, ഒരു നുള്ള്. ഒരുപാടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ചൊടിയോടെ കഴിക്കണം ഒരു നിർബന്ധമുള്ളവനായതുകൊണ്ട് ഒരു നുള്ള്, ഒരു പേരിന് അത്ര വേണ്ടു. അതുകൊണ്ട് എല്ലാ ദിവസവും ഇതാ ഒരു കിണ്ണം നിറച്ച് വേണമെന്നൊന്നും ഞാൻ പറയില്ലല്ലമ്മ. അത് പറയുകയും ചെയ്യല്ലോ. ഒരൊറ്റ ഭാഷ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കൊന്ന് ചൂടാക്കി തന്നാൽ മതി അമ്മാന്ന്. അതും പറയും. അത് ഏത് ഇറച്ചിയാണെങ്കിലും അങ്ങനെ നിർബന്ധമാണ്. എന്തെങ്കിലും വേണം, മറ്റോ മീനോ ഇറച്ചിയോ എന്തെങ്കിലും ഒരു ചെറിയ കഷ്ണം സൈഡിൽ ഉണ്ടെങ്കിലാണ് അവന് ഭക്ഷണം കഴിക്കാൻ പറ്റും. അതാണ് എൻ്റെ സ്വഭാവം. ഇതിന് വെള്ളമൊന്നും വേണ്ട. ഇത് ഞാൻ സ്വയം പഠിച്ചൊന്നല്ല, അമ്മയൊക്കെ ഉണ്ടാക്കി തന്നെ കഴിക്കാൻ തന്നത് പഠിച്ചു തന്നെയാണ് ചെറുപ്പത്തിൽ. നിങ്ങൾ അടച്ചു വെക്കാം, വെള്ളമൊന്നും വേണ്ട കേട്ടോ. വെള്ള തിന്നിൽ ഇങ്ങനെ ഇരുന്നായിക്കോ. വെള്ളം അതിൽ തന്നെ ഇത്തിരി വെള്ളം ഇങ്ങനെ ഇറങ്ങും അല്ലേ? അല്ലാണ്ട് നമ്മളതിൽ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ ഒരു വായ ഇങ്ങനെ വായിലിട്ടാൽ മതി പോകുന്നുണ്ട്. കാരണം എന്താ അറിയോ, നീള പീസായതുകൊണ്ട് ഒരുപാട് വാരി കഴിക്കാൻ പറ്റില്ല പോകുന്നുണ്ട്. എൻ്റെ ഒരു സംശയം ശരിയാണ്. കാരണം ഞാൻ ഈ പച്ചക്കറികളൊന്നും കൂടുതൽ തൊട്ട് നോക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണല്ലോ. പണ്ടൊക്കെ അത് വേണോ വേണ്ട വെച്ച് 2 നുള്ളിങ്ങനെ എടുത്ത് കഴിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ അമ്മേൻ്റെ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. ആ ചോദ്യത്തിൻ്റെ മറുപടി പറയണം. ഇപ്പോൾ എൻ്റെ ഒരു അമ്മയ്ക്കൊക്കെ അറിയണൊരു കുട്ടിയാണ്. അവൻ്റെ കുടുംബക്കാർ മുഴുവനും ചുറ്റുണ്ട്. അങ്ങനെ കുടുംബക്കാർ മുഴുവൻ ചുറ്റുള്ള സ്ഥലത്ത് വീട് വെക്കുന്നത് നല്ലതാണോ പൊട്ടയാണോ? നല്ലത് ആണെങ്കിൽ നല്ലതാണ്, പൊട്ടയാണെങ്കിൽ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് കുറേ വീടുള്ള സ്ഥലത്ത് നമുക്കറിയാത്ത ആൾക്കാരുടെ ഒപ്പം ജീവിക്കുകയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്നും അവനവൻ്റെ എന്ന് പറയുന്ന ചില ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാണ്ട് വിളിച്ചു പോകുന്ന ജന്തുക്കളെന്ന് വിളിക്കുന്ന ചില ബന്ധുക്കൾ തന്നെയാണ്. അല്ലാണ്ട് പുറമേയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഒരാളുടെ കുറ്റം കൂടുതൽ ചൂണ്ടിക്കാണിക്കില്ല. അപ്പോൾ അടുത്ത വീട്ടിലത്തെ ഒരാളുടെ കുറ്റം പോയിട്ട് നേരിട്ട് മുഖത്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അതെ, അടുത്തുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് നേരിട്ട് വല്ലതുകൊണ്ട് ഒരാൾക്ക് കുറ്റം പറയാൻ പറ്റുമല്ലോ. അമ്മയല്ല കുറേ പേര് പറയാറില്ല. പക്ഷെ യഥാർത്ഥമായിട്ട് കുറച്ച് ആൾക്കാരങ്ങനെ പറയാൻ കാരണം എന്താണ്? ബന്ധം എന്നുള്ളൊരു പവർ ഉള്ളത് കൊണ്ടല്ലേ. ആ പവർ ഉള്ളത് കൊണ്ട് നേരിട്ട് പോയിട്ട് പറയുമ്പോൾ ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കുട്ടി അമ്മയ്ക്കറിയാം, പേര് ഞാൻ പറയുന്നില്ല. ആ ഏരിയയിൽ ഒരുപാട് വീടുകൾ അവരുണ്ട്. അവരുടെ വീട് എന്ന് പറഞ്ഞൊരു 40-50 വീടുണ്ട്. അവിടെ ഉള്ള കുട്ടിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളാണ്. അപ്പോൾ ആ കുട്ടി എവിടെ പോയാലും ഏതൊരു ഫംഗ്ഷനും ആ കുട്ടിക്ക് പുതിയ ഡ്രസ്സൊക്കെ തുന്നിച്ചു കൊടുക്കും. അങ്ങനെ ഏത് ഫംഗ്ഷന് പോയി വന്നാലും ഈ കുട്ടിക്ക് എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ മുഖത്ത് നോക്കിയിട്ട് പറയാമെന്ന് പറയില്ലേ, അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ മുഖത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും. അങ്ങനെ ഈ കുട്ടി കേട്ട് കുട്ടി എന്തായി, എവിടേക്കും പോകാണ്ടായി. ഒരു കല്യാണം ഉണ്ടെങ്കിൽ കുട്ടി പോവില്ല, പിന്നെ ഉത്സവങ്ങളുണ്ടെങ്കിൽ കുട്ടി പോവില്ല, ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതു വന്ന് റൂമിനുള്ളിൽ ഇരുന്ന് ആര് വിളിച്ചാലും പോവില്ല. എന്ന് വെച്ചാൽ മുഖത്ത് നോക്കി ആൾക്കാർ പറയുകയാണ്, ഒരു ഡ്രസ്സ് ഇട്ടാൽ പറയും ഈ ഡ്രസ്സ് നിനക്ക് ചേരില്ല, നിനക്ക് സൗന്ദര്യമില്ല, അയ്യോ നിൻ്റെ അമ്മ അത്ര ഭംഗിയുണ്ട്, നിൻ്റെ അച്ഛൻ അത്ര ഭംഗിയുണ്ട്, പക്ഷെ നിനക്ക് അതില്ല. അങ്ങനെ പറഞ്ഞ 4 ആൾക്കാരുടെ മുമ്പത്ത് അപമാനിക്കപ്പെടുമ്പോൾ ഈ കുട്ടിക്ക് മുഴുവനായിട്ട് ഡിപ്രഷനായി. അങ്ങനെ സ്കൂളിലും കാര്യങ്ങളിലും പഠിത്തത്തിലും എല്ലാം കുട്ടി മോശമായി. കാരണം ഈ കുട്ടി തിരിച്ചു വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. അതാണ് പറഞ്ഞത്, നല്ലവരാണെങ്കിൽ ബന്ധുക്കളുടെ ഒപ്പം ഇരിക്കുന്ന സന്തോഷമാണ്. നിങ്ങളൊക്കെ ഒരു കൂട്ടുകുടുംബം ജനിച്ചാണ്. അവിടെ എങ്ങനെ വല്ലതുണ്ടായിരുന്നോ? ആ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. ഇപ്പോൾ അടുത്തടുത്ത് വീടായിട്ട് പോലും അവിടെ വേണ്ടതൊരു യൂണിറ്റി അല്ലേ. ആ യൂണിറ്റി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുക? അപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ഈ കുട്ടീനെ കേട്ടോ. കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അവിടെയാണ് ഈ കുട്ടി എല്ലാ സത്യം പറയണത്. കാരണം ഈ കുട്ടിക്ക് ഒന്നിനോടും താല്പര്യമില്ല. ഈ കുട്ടീനെ കണ്ടിട്ട് പറയുകയാണത്രേ, ഈ കുട്ടീനെ കണ്ടിട്ട് പറയുന്ന രീതികൾ 1-2 അല്ല. അതെ, അതാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അയൽപ്പക്കത്തിലുള്ള ആൾക്കാർ മുഴുവനും ഏത് ഡ്രസ്സ് ഇട്ടാലും ഇണങ്ങില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് എവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും 10ാം ക്ലാസ് പാസ്സാവില്ല എന്ന ലെവൽ വരെ എത്തി. അപ്പോൾ ആ കുട്ടി ശരിക്കും മനസ്സുകൊണ്ട് ചിന്തിച്ച് ആത്മഹത്യയുടെ ലെവൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മയ്ക്ക് അമ്മ ഒരു നല്ലൊരു സാരി എടുത്തിട്ടൊരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ അമ്മ ആ സാരി എടുക്കുമ്പോൾ ഒരു 10 ഭാഷ ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ടുണ്ടാവും. അമ്മ കോൺഫിഡൻ്റ് ആയിരിക്കും, എനിക്ക് ഈ വസ്ത്രം നന്നായിട്ട് ചേരുന്നുണ്ട്. ഈ പുറമേ നിന്ന് വന്ന നമ്മുടെ ബന്ധുവായ ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഒരു ചേർച്ചയില്ല, ഒരു ഭംഗിയില്ല, എന്തിനാ അത് കൊടുത്ത് വേറെ വല്ലതും എടുത്തിട്ട് വരായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം ഉണ്ടാവണം നമുക്കൊരു ഡിപ്രഷനില്ലേ, നമുക്കൊരു ആത്മവിശ്വാസ കുറവുണ്ടാവില്ലേ. ഇപ്പം പെട്ടെന്ന് ഇത് നല്ലതായിരുന്നല്ലോ എനിക്ക് തോന്നിയത്,
പക്ഷെ എൻ്റെ ചുറ്റുള്ള ഇപ്പോൾ ഹസ്ബൻഡോ മക്കളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു, ഇയാളെന്തപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, അപ്പോൾ ഇതിൽ വല്ല കുറവുണ്ടോ? നമ്മുടെ ആത്മവിശ്വാസ കുറവാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് നമ്മളെ നോക്കിയിട്ട് ശരിയുണ്ട്, ഐ എം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികളെ തകർക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അതിൻ്റെ പകരം വേറൊരു വ്യക്തി പറയുന്ന വാക്ക് കേട്ടിട്ട് എതിരിലെ വരുന്ന വ്യക്തി ഇത് നന്നല്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് സത്യത്തിന് ജീവിതത്തിൽ തോറ്റുപോണത്. നീ നന്നാവില്ല, നിനക്ക് ഭംഗിയില്ല, നീ ഒരിക്കലും ഒരു കാലത്തും രക്ഷപ്പെടില്ല, അല്ലെങ്കിൽ നിനക്ക് അതിനുള്ള തകുതിയില്ല എന്ന് ഒരാൾ പറയാൻ അയാൾക്ക് എങ്ങനെയാണ് സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. പക്ഷെ ഈ കേൾക്കുന്ന ആളല്ലേ, അതെന്തിനാ കേൾക്കുന്നത്? അതാണ് ആ ചോദ്യം. അപ്പൊ എന്താ വിചാരിക്കേണ്ടത് അറിയോ? എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും. പിന്നെ ഒന്നിനും ഒരു ഭംഗിയില്ല, അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്തവരായിട്ടും ആരുമില്ല. എല്ലാ ദൈവത്തിന്റെ സൃഷ്ടിക്കും ഭംഗിയുണ്ട്. എല്ലാ മനുഷ്യനെ ജനിപ്പിച്ച അവന് എന്തെങ്കിലും ഒരു കഴിവ്, അവനോ അവളോ ആരാവട്ടെ, എന്തെങ്കിലും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെയും പൂർണ്ണമായിട്ടും നമുക്ക് കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞാൽ ഈ കുറ്റം പറയുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പല കുറവുകളുണ്ടാവും. അത് അവർക്ക് മനസ്സിലാവും ചിലപ്പോൾ. അപ്പൊ അവർ മറ്റുള്ളവരെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു തൃപ്തി കണ്ടെത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ പറയുക, അല്ലാതെ എല്ലാം തികഞ്ഞ ഒരാള് ഇപ്പൊ എല്ലാ സൗന്ദര്യമാവട്ടെ സമ്പത്താവട്ടെ അങ്ങനെയൊക്കെയുള്ള ആൾ മറ്റൊരാളെ കുറ്റം പറയില്ല. ശരിക്കും പറഞ്ഞാൽ നീ കണ്ടിട്ടുണ്ടോ? ഒരുപാട് പേരുണ്ട് നല്ല സൗന്ദര്യമൊക്കെ ഉള്ളവരായിരിക്കും. അവരുടെ മുമ്പിൽ ഇത്തിരി കുറവുള്ള ആൾക്കാർ പോയി നിന്നാലും ഒരു ഡ്രസ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ. ആ കുട്ടി നിറം പറഞ്ഞാലും നല്ല മോശത്തല്ലേ. അപ്പോൾ ഈ പറയുന്ന ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ആരത് പറഞ്ഞതെന്ന് നോക്കുമ്പോൾ അവർ നല്ല ഐശ്വര്യമുള്ളവരായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അവരത് പറയും. എന്താ പറയുക, അവർക്ക് യാതൊരു കുറവും എനിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. അപ്പോൾ അവർ മറ്റുള്ളവരിനെ അതുപോലെ പറയില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നാൽ ഒന്നും അത്ര പൂർണ്ണമായിട്ടില്ല എന്നുള്ളവരെന്ത് പറയുമോ, അയ്യോ നീ ഇങ്ങനെ നിന്റെ ഈ തടി ഒരുപാട് കൂടി, അല്ലെങ്കിൽ നീ മെലിഞ്ഞു, അല്ലെങ്കിൽ നിന്റെ ഈ ഡ്രസ്സ് നിനക്ക് തീരെ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്നിട്ട് അവർക്കൊരു സംതൃപ്തി. അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഞാൻ അവളെക്കാളും മേലെയാണ് ഞാനിത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അവനേക്കാളും മേലെ, അങ്ങനെ ഒരു തോന്നലാണ് അവർക്ക്. അപ്പം അങ്ങനെ പറയുന്നവർക്ക് വാക്ക് ഒരിക്കലും കേൾക്കരുത്. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവിടുന്ന് മാറിപ്പോവുക. അല്ലെങ്കിൽ ചിലവർക്കുണ്ടാവും നിന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ അതിന് മറുപടി പറയാൻ നിൽക്കും. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവിടുന്ന് മാറിപ്പോവുക. അല്ലാത്തവരാണെങ്കിൽ ചിരിച്ചിട്ട് ആണോ അത് ശരി എന്താണോ ഓരോരുത്തർക്കും ഓരോന്നല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ചിലരും അല്ലേ, അങ്ങനെ പലരും ഉണ്ടാവും. പക്ഷെ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെന്തിനാണ് അത് ചെവിക്കൊള്ളുന്നത്? അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയണം. പിന്നെ അങ്ങനത്തെ ആൾക്കാരായിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് നമുക്ക് മാറി നിൽക്കാൻ ശ്രമിക്കുക. അപ്പം അത് കേൾക്കണ്ടല്ലോ. യഥാർത്ഥത്തിൽ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മുടെ അടുത്തുനിന്ന് ദൂരേക്ക് വലിച്ചു കളയുക എന്ന് പറയുകയാണ്. കാരണം നെഗറ്റീവായിട്ടുള്ള ജനങ്ങളായിട്ട് നമ്മൾ മിങ്കലാവാണ്ടിരിക്കുക. ഒരു വട്ടം 2 വട്ടം 3 വട്ടം നമ്മുടെ ഇങ്ങനെ നെഗറ്റീവ് വേർഡ്സുകളാണ് ഇവർ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് അകലം പാലിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും ഈ അമ്മ പറഞ്ഞ പോലെ ഇതിനെ കേട്ടിട്ട് അതിനെ വിടാൻ പറ്റില്ല. ഇങ്ങനെ ആൾക്കാരെ കണ്ടിട്ട് ഈ വഴി കൂടെ പോകണോ ആ വഴി കൂടെ തിരിച്ചു പോകാൻ പറ്റില്ല. എന്താ അറിയോ, ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് പറയുന്നത്, ഈ മറുപടി പറയാൻ നിൽക്കുമ്പോൾ 2 കൈ കൂടിയുടെ എന്താ പറയുക ശബ്ദം ഉണ്ടാവും പറഞ്ഞ പോലെ എന്തിനാണ് അത് ചളിവാരി എറിഞ്ഞ പോലെ. ഇപ്പം നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നീ അതിന് മറുപടി പറഞ്ഞ അവിടെ നിന്നു, ചുറ്റും 4 ആൾക്കാർ കൂടി. അപ്പം അവർ തമ്മിലൊരു ഇതായ അവർ ശ്രദ്ധിക്കും. അവർ വിവരമില്ലാണ്ട് പറഞ്ഞു ഇവന് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ, ഇവൻ എന്തിനാണ് അതിന് തർക്കിക്കാൻ പോയി. ചിലർ നിന്നെ നല്ലത് പറയും, ചിലർ അവർ പറഞ്ഞത് എന്താ തെറ്റെന്ന് ചിലരാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ടാവും. അതിനൊക്കെ എന്തിനാ വഴിയൊരുക്കണത്? കേട്ടില്ല നമ്മളങ്ങനെ മാറുക. യഥാർത്ഥത്തിൽ തോമസ് ആൽവ എഡിസൺ ലോകം കണ്ട ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങളുടെ ആളാണ്. ഇൻവെൻഷൻ ചെയ്ത വ്യക്തിയാണ്, സയൻറ്റിസ്റ്റാണ്. മൂപ്പറിനെ ഒരു കാലഘട്ടത്തിൽ ബാല്യമായിരിക്കുന്ന സമയത്ത് ഈ കുട്ടി ഇനി പഠിക്കാൻ യോഗ്യനല്ല, അതുകൊണ്ട് സ്കൂളിലേക്ക് ഈ കുട്ടീനെ കൊണ്ടുവരണ്ട, വീട്ടിലിരുത്തിയാൽ മതി, വെറുതെ ആ പൈസ കളയേണ്ട പറഞ്ഞ വ്യക്തിയാണ് ലോകപ്രശസ്തനായി മാറിയത്. അത് മനസ്സിലാക്കണം. ചരിത്രം സാക്ഷിയാണ് അതിന്. കാരണം ആരെങ്ങനെയാണ് എന്താവും എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ എൻ്റെ കണ്ണിന് കാണുന്ന സൗന്ദര്യമല്ല മറ്റൊരാളുടെ കണ്ണിന് കാണുന്നത്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയും കൂടിയാണമ്മ. പിന്നെ ഒരു ആറ്റിറ്റ്യൂഡിലും കൂടിയാണ് സൗന്ദര്യം. സൗന്ദര്യം ആറ്റിറ്റ്യൂഡിലാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. വ്യക്തിത്വം, ആറ്റിറ്റ്യൂഡ്, പെരുമാറ്റം, ഇതിലൊക്കെയാണ് കുറേ സൗന്ദര്യങ്ങൾ ഒളിച്ചിരിക്കുന്നത്. സൗന്ദര്യം ഒളിച്ചിരിക്കുന്നത് വെളുപ്പും കറുപ്പിലും തടിയിലും തടി കുറഞ്ഞതും ഒന്നുമല്ല. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുമാറ്റത്തിൽ, നമ്മൾ ഇരിക്കുന്നതിലും നിൽക്കുന്നതിലും സംസാരിക്കുന്നതും നമ്മുടെ സംസ്കാരത്തിലുമാണ്. ഇല്ല രാമമാഷ്. ടീച്ചർ ടീച്ചറിന്റെ പേരെന്താ? മാഷിന്റെ പേരറിയാം, രാമമാഷ്. അപ്പൊ അങ്ങോട്ട്
കാണാൻ നല്ല എന്താ പറയാ ഹൈറ്റും വെയിറ്റും എല്ലാം കറക്റ്റായിട്ട് നല്ലൊരു സ്ത്രീ അല്ലേ അവര് ടീച്ചർ കാണാൻ അവരെ ഒന്നും കൂടി ഇങ്ങനെ നോക്കാൻ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെന്താ പറയാ അവര് ചുവന്ന കല്ല് വെച്ച ഒരു മാല അതിനുള്ള കമ്മല് എല്ലാം കറക്റ്റ് മാച്ച് ആയിട്ട് ഇട്ടിട്ട് വരും. നല്ല ഡ്രസ്സിങ് സെൻസാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓ ഇവരുടെ ഭർത്താവ് എങ്ങനെ ഉണ്ടാവും, എല്ലാവരും പറയുന്നതായിട്ടുണ്ട് രാമമാഷി എന്നൊക്കെ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഒരു ദിവസം പറഞ്ഞു ഇതാണ് പ്രമീൾ ടീച്ചറുടെ ഭർത്താവ്. അവരുടെ അത്ര ഹൈറ്റ് ഒന്നുമില്ല, ഉയരം കുറഞ്ഞ് ഒരു ചെറിയ മനുഷ്യൻ, പക്ഷെ അയാൾക്കുള്ള റെസ്പെക്ട് എന്താ അറിയോ, അത്രയും നല്ല പെരുമാറ്റം. ആരും ഒന്ന് ബഹുമാനിച്ചു റെസ്പെക്ട് കൊടുത്തു. കാരണം എന്നാ എല്ലാത്തിനും തികഞ്ഞ ഒരാളല്ല. ആ ടീച്ചർക്കടക്കം കാണുമ്പോൾ നമുക്കൊരു ജോലിയായിട്ടൊന്നും തോന്നില്ല. പക്ഷേ അയാളുടെ ആ വ്യക്തിത്വം ഉണ്ടല്ലോ, അതിന് മുമ്പ് നമ്മൾ നമിച്ചു പോകും, നോക്കി നിന്നു പോകും. ടീച്ചർ അടക്കം കുറഞ്ഞു പോയി. ആ ഭംഗിയൊന്നും ഇതിന്റെ മുമ്പിൽ തോന്നില്ല. അത്രയും നല്ല പെരുമാറ്റം, ആ വ്യക്തിത്വം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് റെസ്പെക്ട് കൊടുക്കാൻ തന്നെ തോന്നും. അവരുടെ മുമ്പിൽ നമ്മുടെ തല കുനിയും. അതൊക്കെ എന്തുകൊണ്ടാ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വ്യക്തിയുടെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഇങ്ങോട്ട് വ്യക്തിത്വം കൊണ്ടാണ് അങ്ങനെ അത്രയും ഫേമസ് ആയത്. നിങ്ങളടക്കം റെസ്പെക്ട് ചെയ്യണം, ഞാനടക്കം റെസ്പെക്ട് ചെയ്യണം, ആ നാടടക്കം റെസ്പെക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ പറയണത് ഇതായോ, അതേപോലെ തന്നെ ഞാൻ പറയണത് നല്ല സൗന്ദര്യമുള്ളൊരു വ്യക്തി. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ കേട്ടോ, സത്യമായിട്ട് എൻ്റെ കണ്ണിൽ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു സംഭവമില്ല കേട്ടോ. ഞാൻ ചുമ്മാ അമ്മേൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും, പറയുന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ കണ്ണിൽ സൗന്ദര്യം എന്ന് മാറ്റം തന്നെയാണ്. അപ്പോൾ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു വ്യക്തി അപ്പുറത്തിരിക്കുക, ജനങ്ങളുടെ കണ്ണിന് സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അത് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവുമല്ലോ, സമൂഹത്തിൽ സൗന്ദര്യത്തിന് ഒരു വേറെ രീതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു വ്യക്തി ഒരു കശാലയിലിരിക്കുക, ഇപ്പുറത്ത് സൗന്ദര്യം കുറഞ്ഞൊരു വ്യക്തി ഇരിക്കുക. ഈ രണ്ടു പേരിന് സംസാരിക്കാൻ സമ്മതിക്കുക. അപ്പോൾ സൗന്ദര്യമുള്ള വ്യക്തി സംസ്കാരം ഇല്ലാണ്ട് സംസാരിക്കുകയും സൗന്ദര്യം ഇല്ലാത്ത വ്യക്തി അതിസംസ്കാരമായിട്ടും വളരെ മാന്യമായിട്ടും ട്രഡീഷണലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആരുടെ സംസാരത്തിനാണ് ജനങ്ങൾക്ക് കൈയടിക്കുക? സൗന്ദര്യത്തിൽ കുറഞ്ഞാലും ആ വ്യക്തിത്വം, ആ സംസാരം അതിന് തന്നെ ആരെയാണ് ആരാധിക്കുക? അല്ലേ? അപ്പൊ എന്താണ് അവിടെ ജയിച്ചത്? വ്യക്തിത്വം തന്നെയാണ് ജയിക്കുന്നത്. ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരണോ, എല്ലാം പഠിപ്പിച്ചതെന്ന് വരില്ല. ചില ആൾക്കാർ വ്യക്തിത്വം പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പോസിറ്റീവ്നെസ് എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിനടക്കം പുസ്തകമാണ് വായിക്കണത്. അപ്പോൾ എങ്ങനെ ഒരാളിനെ അപ്രോച്ച് ചെയ്യുക, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിരിക്കുക എന്നൊക്കെ പുസ്തകം വായിക്കുന്നുണ്ട്. അപ്പോൾ അവനവൻ്റെ ഉള്ളിലും ചുറ്റുവട്ടമുള്ള ഒരുപാട് കഥകൾ കേട്ട് മനസ്സിലാക്കിയാൽ തന്നെ ഒരു പുസ്തകത്തിനെക്കാളിലും കൂടുതൽ മനസ്സിലാക്കാനുണ്ട് അല്ലേ? ഈ ലോകം തന്നെ ഒരു ഗ്രന്ഥമാണ് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ. ഓരോ വ്യക്തികളെയും പഠിക്കാനുണ്ട്, ഓരോ സന്ദർഭങ്ങളും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചൂഷണം ചെയ്ത് വിരൽ ചൂണ്ട് നിങ്ങളെ പറ്റില്ല 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 എന്ന് 100 പേര് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച് ഉറപ്പിച്ചോളണം, നിങ്ങളെ കൊണ്ട് പറ്റുന്നുള്ളത് കൊണ്ടാണ് പറ്റില്ല എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ 100% എന്തോ ഉണ്ട്, ഈ പറയുന്ന വ്യക്തിക്ക് 80% കൂടി ഇല്ല. അപ്പോൾ 80% ഒരാളാണ് നിങ്ങളുടെ വിരൽ ചൂണ്ടിക്കുന്ന ഉറപ്പ് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളെക്കാട്ടിലും കഴിവുള്ളൊരു വ്യക്തി വേറെ ലോകത്തുണ്ടാവില്ല. അതിൻ്റെ പകരം ആ കുട്ടിയെ പോലെ ഡിപ്രഷനായി സ്കൂളിൽ പോകാൻ മടി കാണിച്ച് വീട്ടിനുള്ളൊരു കഥ പഠിച്ച് അച്ഛൻ്റെ ഒപ്പം അമ്മയുടെ ഒപ്പം പുറത്തിറങ്ങാൻ പറ്റാണ്ട് അച്ഛനോടും അമ്മയോടൊക്കെ പറയാത്രേ നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട് എനിക്കതില്ല എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുട്ടി കൗൺസിലിങ്ങിൽ കുറേ മാറി. ഇപ്പോൾ ഈ വീഡിയോ ആ കുട്ടി കാണും, തീർച്ചയായിട്ടും ഒരുപാട് വലിയ മാറ്റങ്ങൾ വരും. കാരണം എന്താ വെച്ചാൽ പറഞ്ഞാൽ ഇത് ഒരു പ്രപഞ്ച സത്യമാണ്. ആരിനെ ഒരു സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളൊന്നുമല്ല. ഒരാളുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ പെരുമാറ്റമാണ്, അവൻ്റെ ജീവന ശൈലിയാണ്, ആ വ്യക്തിയുടെ മനസ്സാണ്. ആ മനസ്സുണ്ടെങ്കിലല്ലേ നമുക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ട് ഒരു ലാഭവും ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും നാളെ മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത്. സൗന്ദര്യമുള്ള വ്യക്തികളെ ആരും സ്വർണ്ണച്ചില്ലാക്കിയിട്ട് കൂട്ടിലാക്കി വെക്കണമെന്നില്ല. സൗന്ദര്യം ഒരു ദിവസം നമ്മളെ വിട്ടു പോകും. പക്ഷെ നമ്മളെ വിട്ടു പോവാത്തത് നമ്മുടെ ഉള്ളിലുള്ള നന്മ മാത്രമാണ്. അത് ഒരു കാറ്റ് പോലെ ഇങ്ങനെ കാറ്റൊരിക്കലും നിൽക്കില്ലല്ലേ പ്രപഞ്ചത്തിൽ. അതുപോലെ നമ്മൾ ചെയ്ത നന്മകളെ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഉണ്ടാവും. നമുക്ക് ശേഷം നമ്മളെ പറ്റി സംസാരിച്ചും കൊണ്ടുണ്ടാവും, നമ്മുടെ ഓർമ്മകളിൽ അവരുടെയൊക്കെ ഓർമ്മകളിൽ നമ്മൾ ജീവിച്ചും കൊണ്ടുണ്ടാവും. ആ ജീവിക്കാൻ കാരണമാവണമെങ്കിൽ മറ്റുള്ളവരുടെ വിരൽ കാണിക്കുന്നതും വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ നിർത്തണം അല്ലേ? പിന്നെ നെഗറ്റീവ് പറഞ്ഞ ആരെയും തളർത്തരുത്. അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം. അവർക്കൊരു കോൺഫിഡൻസ് നമ്മൾ കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനാവുന്നത് അല്ലേ? എന്താ പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും, നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ അവരിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് എന്തിന്റെ കുറവാടാ, നിനക്ക് എന്തിന്റെ കുറവാടി, അങ്ങനെ എന്താ കുട്ടി നിനക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നീ നല്ല കുട്ടിയല്ലേ, നിനക്ക് നല്ല ഇതുണ്ട്, നിനക്ക് ഇത് നല്ല ചേർച്ചയാണ്. ഇനിയിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കുട്ടി ആരെങ്കിലും വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ അത് ആ കുട്ടിക്ക് അത്ര ഭംഗിയില്ല എന്ന് തോന്നുകയാണെങ്കിലും നമ്മൾ പറയണം ചിരിച്ചിട്ട്, നന്നായിട്ടുണ്ട് കേട്ടോ അല്ലേ,
അപ്പൊ ആ കുട്ടിയുടെ മുഖത്ത് വീഴുന്ന ഒരു സന്തോഷല്ലേ, ഒരു വാക്ക് സൗന്ദര്യമായിട്ട് കാണും. തീർച്ചയായിട്ടും അപ്പൊ സൗന്ദര്യം ഉണ്ടാവും. അതെ, എന്താ പറയാ, ആ കുട്ടി ഞാൻ നന്നായി എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് വിടുന്ന ആ ചിരിയില്ലേ, ആ ചിരിയിലൊരു സൗന്ദര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും. കഴിയുന്നത് ലോകത്ത് ആരും വിരൽ ചൂണ്ടാണ്ടിരിക്കുക. പിന്നെ മുഖത്ത് നോക്കി കുറ്റം പറയണത് ഒരു വലിയൊരു തെറ്റാണ്. അത് ഒരു കാലത്തും ഉണ്ടാവരുത്. ഇത്രയൊക്കെ കാലം എത്രയൊക്കെ ഇമ്പ്രൂവ് ആയാലും ഇന്നും ആൾക്കാർ കുറ്റം പറയാ, എന്താ അറിയോ, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന അതിനെ ചൂണ്ടിക്കാണിക്കുക. അപ്പൊ നീ ചെയ്യുന്നത് ശരിയല്ല, അത് മുഖത്ത് നോക്കി തന്നെ പറയണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് ഈ സൗന്ദര്യത്തിന് അല്ലെങ്കിൽ അവരിലുള്ള കുറവുകളില്ലേ, അങ്ങനെയുള്ള കാര്യത്തിന് ഒരിക്കലും കുറ്റമായിട്ട് നമ്മൾ പറയരുത്. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പത്ത് വന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും എല്ലാം കുറഞ്ഞൊരു വ്യക്തി ആ വ്യക്തിയാണെന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, എന്നെ കുറ്റം പറയണമെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടെന്ന്. എന്നെ കുറ്റം പറയാൻ വന്ന് നിൽക്കുന്ന വ്യക്തിക്കാണ് ഏറ്റവും വലിയ മൈനസ് പോയിന്റ് ഉള്ളത്. കാരണം മൈനസ് ഇല്ലാത്തൊരു വ്യക്തി നിന്നിട്ട് ഒരിക്കലും കുറ്റം പറയില്ല. നല്ല മനസാക്ഷിയുടെ ഉടമ നേരെ മുഖത്ത് നോക്കി ഒരാളിനെ കുറ്റം പറയില്ല. ഇല്ലാത്ത കുറ്റങ്ങൾ ഒരിക്കലും പറയില്ല. ചെയ്ത കുറ്റങ്ങൾ, പൊറുക്കാൻ പറ്റാത്ത കുറ്റങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയണം. ഒരിക്കലും ഒരാളുടെ മനസ്സിന് വിഷമം ഉണ്ടാവണ കുറ്റങ്ങൾ, അതുപോലെ ഒരാളുടെ മനസ്സ് വിഷമിക്കുകയാണെങ്കിൽ, ഒരാളുടെ ജീവിതം തന്നെ തകർന്നു പോയ കഥകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ വ്യക്തിയുടെ മുമ്പത്ത് പോയിട്ട് ഒരാളും അങ്ങനെ പറയാണ്ടിരിക്കുക. കാരണം പറയുന്ന നിങ്ങളൊരു നിമിഷം കൊണ്ടത് മറക്കും, പക്ഷെ കേട്ട ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ അത് കൊണ്ടു കിടക്കും. അത് ആ കുട്ടിയുടെ ജീവിതം, ഭാവി, സ്വപ്നങ്ങൾ എല്ലാം തകർക്കും. നമുക്ക് ചിന്തിക്കുമ്പോൾ നിസ്സാരമായ ഒരു പ്രശ്നമാണ് ഒരാളിനെ കുറ്റം പറയുക, ഒരാളുടെ സൗന്ദര്യത്തിൻ്റെ കുറ്റം പറയുക, ഒരാളുടെ ഡ്രസ്സിനെ കുറ്റം പറയുക, അയാളിനെ തന്നെ കുറ്റം പറയുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് സിമ്പിളായിട്ടുള്ള മാറ്ററാണ്. എത്രയോ ജീവിതങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, എത്രയോ ഫ്യൂച്ചറുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം പിള്ള മനസ്സിൽ കള്ളല്ല, ഈ കേട്ടത് ആ കുട്ടി മറക്കില്ല. ആ കുട്ടി ജീവിതകാലം മുഴുവൻ എനിക്ക് കുറവുണ്ടെന്ന് കൊണ്ടു കിടന്നുകൊണ്ടേ ഉണ്ടാവും. അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ആ കുട്ടിയുടെ ജീവിതം പകുതി നശിച്ചു പോയിട്ടുണ്ടാവും. എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ നമ്മൾ സൗന്ദര്യത്തിന് ഒരിക്കലും കുറ്റം പറയരുത്. അവരുടെ അത് ദൈവം കൊടുത്തതല്ലേ അവർക്ക്, അല്ലാണ്ട് ആരും മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതൊന്നല്ല. അല്ലേ? തീർച്ചയായിട്ടും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ നമ്മൾ അതിന് ഒരു കുറവുണ്ടെങ്കിലും നമ്മളത് നല്ലതേ പറയാം. ഇപ്പൊ ഈ കുട്ടികളുടെ കുറ്റങ്ങളും പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴിപഴിച്ച രീതിയിലുള്ള പോക്ക്, അങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കി നോക്കി അത് പറയുന്ന വേണം. തീർച്ചയായിട്ടും അതെന്താ പറഞ്ഞ പറയുന്ന വേണം എന്ന് പറഞ്ഞാൽ അതാണ് സ്നേഹം. അല്ലേ? അതെ. അപ്പൊ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമുക്ക് എന്താ പറയാനുള്ളത്? ഏവരെയും സ്നേഹിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ വിചാരിക്കുക നിങ്ങൾ അവരെക്കാളും മികച്ചതാണെന്ന് വിചാരിക്കുക. അല്ലാണ്ട് നിങ്ങളുടെ കുറവുള്ളവരല്ല. നിങ്ങളുടെ മുമ്പത്ത് വന്ന് നിന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ കുറവുള്ളത്. നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. ഡിപ്രഷൻ, ഈ കുട്ടിക്കായ പോലെ ഒരു ഡിപ്രഷൻ ഒരു കുട്ടികൾക്ക് ആവാണ്ടിരിക്കട്ടെ. കേൾക്കുന്നവർ മുഴുവൻ വിചാരിക്കുക മുന്നിൽ നിന്ന് നിങ്ങളുടെ കുറ്റം പറയുന്ന ഓരോ വ്യക്തികളും നിങ്ങളെക്കാളിൽ ഒരുപാട് കുറവുള്ളവരാണ്. ആ കേട്ട നിങ്ങളത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മികച്ചവരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അതേപോലെ തന്നെ എതിരിൽ ഒരാൾ വന്ന് നിന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുവാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. എന്ത് നിങ്ങളുടെ കുറവുകൾ മാത്രം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, അവർക്ക് നിങ്ങളോട് എന്തോ ഒരു അസൂയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അവർക്ക് അത് ഇല്ലാത്തത് എന്തോ നിങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ളൊരു ഇതാണ് അവരിൽ നിന്ന് അങ്ങനെ പറയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അങ്ങനെ അതൊന്നും ചെവിക്കൊള്ളാതെ, അവര് എന്തെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മാറി അവിടെ നിൽക്കുക, മാറിപ്പോകുക അവിടെ നിന്ന്. കാര്യം കഴിഞ്ഞില്ലേ? അല്ലേ? അപ്പോൾ ഇതായോ? ഇത് ഇത്രയല്ലോ. അപ്പൊ ഇന്ന് വേറെ ഒന്നും പണിയില്ല എനിക്ക്. ചപ്പാത്തി ഉണ്ടാക്കാനും ഈ തോരൻ ഉണ്ടാക്കാനും. അല്ല, മെഴുക്ക് വരട്ടിയോ തോരണോ എന്തെന്ന് പറയാ എനിക്കറിയില്ല. ഞങ്ങളിതിനൊക്കെ ഉപ്പേരി എന്ന് പറയും. അങ്ങനെ പറയും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് മുഴുവൻ ഞാനാ കിട്ടുക. ഇവര് ഒന്ന് തൊട്ട് നോക്കൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.